ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ISKC ഇംഗ്ലീഷ്. അപ്പോൾ ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ എടുക്കുന്നത് 5ാമത്തെ യൂണിറ്റ് ആണ്. അതായത് 4ാമത്തെ ബ്ലോക്കിൽ വരുന്ന 5ാമത്തെ യൂണിറ്റ്. അപ്പോൾ നമ്മുടെ യൂണിറ്റിന്റെ പേര് ടേക്കിംഗ് എക്സാമിനേഷൻസ് റൂട്ട് ടു സക്സസ്. അതായത് എക്സാം പരീക്ഷ എന്ത് ചെയ്യുക, വിജയത്തിലേക്കുള്ള ഒരു പാതയായിട്ട് റൂട്ടായിട്ട് എടുക്കുക എന്നുള്ളത്. എങ്ങനെയാണത്? അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് എക്സാം എഴുതുമ്പോൾ പരീക്ഷയുമായിട്ട് ശ്രദ്ധിക്കേണ്ടത്? അപ്പൊ നമുക്ക് അധികം കാര്യങ്ങളൊന്നും പറയാതെ നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. അപ്പൊ നോക്കൂ, നമ്മൾ ഒന്നാമത് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് that lead one to the successful completion of the exam. അതായത് വിജയകരമായിട്ട് പരീക്ഷ പൂർത്തീകരിക്കുന്നതിന് ഒരു വ്യക്തിയെ സഹായിക്കുന്ന, ഒരു വ്യക്തിയെ ലീഡ് ചെയ്യുന്ന ചില ടെക്നിക്സും ചില മെത്തേഡ്സും ഉണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യാം. ഏതൊക്കെയാ? There are so many elements that help one to perform well in the examination. പരീക്ഷയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിന് ഒരാളെ സഹായിക്കുന്ന ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ദേ ആർ. ഇനി ഓരോന്നായിട്ട് നോക്കാം. ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആട്ടോ. 1, നോയിങ് ക്വസ്റ്റ്യൻസ് ബിഫോർ ടേക്കിംഗ് ആൻസേഴ്സ്. അതായത് ഉത്തരം എഴുതുന്നതിന് മുൻപ് തന്നെ ചോദ്യം നന്നായിട്ട് അറിയാം. ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാക്കിയ ശേഷം ഉത്തരം എഴുതുക. ഇതാണ് 1. അണ്ടർസ്റ്റാൻഡിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സാം ക്വസ്റ്റ്യൻസ് will lead to formulate the right strategies for answering questions. അതായത് പരീക്ഷയ്ക്ക് വരുന്ന വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളെ മനസ്സിലാക്കുന്നത് കൊണ്ട് will lead to formulate the right strategies for answering the questions. ആ ചോദ്യങ്ങളെ ഉത്തരം എഴുതുന്നതിൻ്റെ ശരിയായ രീതി ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ സഹായിക്കും. എന്ന് വെച്ചാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഒരുപോലെയല്ല ഉത്തരം എഴുതേണ്ടത്. അതായത് ആ ഒരു ചോദ്യം ഏത് രീതിയിലാണോ അതിനനുസരിച്ച് ഉത്തരം നമ്മൾ എന്ത് ചെയ്യണം, ഫോർമുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ട്, ആൻസറിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് നമ്മൾ കൃത്യമാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അണ്ടർസ്റ്റാൻഡിങ് ദ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ. അതായത് അത് ഏത് തരത്തിലുള്ള ചോദ്യമാണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, മനസ്സിലാക്കണം. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം പറഞ്ഞു, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമുലേറ്റ് ദ റൈറ്റ് സ്ട്രാറ്റജീസ് ഫോർ ആൻസറിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് എലിമിനേറ്റിംഗ് എക്സാം ആൻഷൈറ്റി. അതായത് പരീക്ഷയെ കുറിച്ചുള്ള ഉത്കണ്ഠ ഉണ്ടല്ലോ, അത് നമ്മളെ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതങ്ങ് ഒഴിവാക്കാം. അതായത് ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചിട്ടൊരു ധാരണ, അതുപോലെ തന്നെ അത് ഹൗ ടു ആൻസർ, അതിൻ്റെ ആ ഒരു സ്ട്രാറ്റജി, എങ്ങനെ ഉത്തരം എഴുതണം, ഈ ഒരു ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്കും സ്കോർ ചെയ്യാം. എക്സാം ടെൻഷൻ ഓർ ആൻഷൈറ്റി നമുക്ക് അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്യാം. നോക്കൂ, അപ്പൊ നമ്മൾ പറഞ്ഞു എന്ത്, ക്വസ്റ്റ്യൻസ് പല ടൈപ്പ് ഉണ്ട്. there are 3 levels of questions. ഇവിടെ ക്വസ്റ്റ്യൻസിന്റെ ടൈപ്പ് അല്ല, 3 ലെവല്. നേരെ മനസ്സിലാക്കുക, ടൈപ്പ് അടുത്തത് പറയുന്നുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻസ് എഴുതുന്നതിന് 3 ലെവലുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ലെവലിൽ വരുന്നത് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. ഫാക്റ്റുകൾ. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇൻ ദിസ് ടൈപ്പ് ദ ആൻസർ ഹാസ് ടു ബി സ്ട്രെയിറ്റ് ഫോർവേഡ്. അതായത് ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും. അതായത് ഒരു കറക്റ്റ് ആൻസർ ആയിരിക്കും. അപ്പൊ അതിനൊരു പ്രത്യേകത ഉണ്ട്. ആൻഡ് can be written directly if the candidate knows it. അതിന്റെ ഉത്തരം അറിയുമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാൻഡിഡേറ്റ്സിന് നേരെ എഴുതി വെക്കാൻ പറ്റും. അത് അപ്പൊ അറിയില്ലെങ്കിൽ എഴുതാൻ പറ്റില്ല. അതാണ് ഫാക്റ്റുകൾ. ചില യാഥാർത്ഥ്യങ്ങളായിരിക്കും, യഥാർത്ഥമായ കാര്യങ്ങളായിരിക്കും ഉത്തരങ്ങളായിട്ട് വരിക. അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള ആൻസർ കാൻഡിഡേറ്റിന് അറിയണം, ഉദ്യോഗാർത്ഥിക്ക് അറിയണം. അറിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നേരെ അങ്ങോട്ട് എഴുതി വെക്കാം. അതായത് എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും സംഭവങ്ങളുടെ പ്രത്യേകതയോ അല്ലെങ്കിൽ എന്താണ് ആ ഒരു സംഭവം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലയ്ക്ക് പച്ചനിറം നൽകുന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പോ സയന്റിഫിക് ആയിട്ടോ ഇതുപോലെയൊക്കെയുള്ള ചോദ്യങ്ങൾ കേട്ടോ. അപ്പൊ അറിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതാം. ഇത് നോക്കൂ, രണ്ടാമത്തെ ടൈപ്പ്, ദ സെക്കൻഡ് ടൈപ്പ് ആൾസോ കംസ് അണ്ടർ ദ സെയിം കാറ്റഗറി. രണ്ടാമത്തെ ടൈപ്പും ഇതേ കാറ്റഗറിയാണ്.
അതായത് ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ബട്ട് ആൻസർ നീഡ്സ് ടു ബി റിട്ടൺ ഇൻ എ ഡിസ്ക്രിപ്റ്റീവ് വേ. നേരത്തെ പോലെയല്ല, കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റൈല്. ആൻസർ എഴുതുമ്പോൾ ഒരു ലേശം വിവരിച്ച് എഴുതണം. അതായത് എഴുതുന്ന ആളുടെ ചില ഊഹങ്ങളും അല്ലെങ്കിൽ ചില അഭിപ്രായങ്ങളും നിഗമനങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പൊ ലേശം എന്ത് ചെയ്യണം? ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് കുറച്ച് വിവരിച്ച് എഴുതണം, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഇനി മൂന്നാമത്തേത്, ഇൻ ദ തേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് ക്വസ്റ്റ്യൻസിന്റെ തേർഡ് ലെവൽ എന്ന് പറയുന്നത് മനസ്സിലാക്കുന്ന ലെവലാണ്, ടൈപ്പ് അല്ല. ഇവിടെ ആൻസറിൽ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇത് ചോദ്യത്തിന്റെ ലെവൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദ കാൻഡിഡേറ്റ് റിക്വയേഴ്സ് ടു ഡ്രോ കൺക്ലൂഷൻസ്. അതായത് ഇവിടെ കാൻഡിഡേറ്റ് അയാളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എഴുതണം, അയാളുടെ നിഗമനങ്ങൾ, അയാൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, അയാളുടെ എന്തൊരു തീരുമാനം എന്താണോ അയാളുടെ ഫൈൻഡിങ് ഔട്ട് അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട്, അയാളുടെ ഫൈൻഡ് ഔട്ടുകൾ, അയാൾ കണ്ടെത്തിയ കാര്യങ്ങൾ, അയാൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഇതൊക്കെ എഴുതണം? കാൻഡിഡേറ്റ് എഴുതണം. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കാനുള്ള മെത്തേഡ്സ്, അതിലൊന്നാണ് ചോദ്യങ്ങൾ അറിയാം. ഇനി രണ്ടാമത്തേത്, ഡെവലപ്പ് എ പ്ലാന്. എക്സാം എഴുതുന്നതിന് മുൻപ് ഒരു പ്ലാന് ഡെവലപ്പ് ചെയ്യാം. നോക്കൂ, എങ്ങനെയൊക്കെ എഴുതണം, ഏതൊക്കെ സെക്ഷനാ, ഇതിനൊക്കെ ഒരു പ്ലാൻ ഉണ്ടാക്കുക. പ്ലാൻ എ ഷെഡ്യൂള് ദാറ്റ് കൺസിഡേഴ്സ് ബോത്ത് ദ ടൈം ഡ്യൂറേഷൻ ഓഫ് ദി എക്സാമിനേഷൻ ആൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് കണ്ടെയ്ൻ. അതായത് പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എക്സാമിന്റെ ടൈം, മറ്റൊന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ടൈപ്സ്. ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, എത്ര മാർക്കിനാണ് പരീക്ഷ, എത്ര ടൈം ഉണ്ട്. വൈൽ റിവ്യൂവിങ് ദ ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മൾ ആ കൂൾ ഓഫ് ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കുമ്പോൾ ആ സമയത്ത് ദ കാൻഡിഡേറ്റ്സ് ഹാവ് ടു ഐഡന്റിഫൈ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഈച്ച് സെക്ഷൻ. ഒരു എക്സാം എന്ന് പറയുമ്പോൾ സെക്ഷൻ എ ഉണ്ടായിരിക്കും, ബി ഉണ്ടായിരിക്കും, സി ഉണ്ടായിരിക്കും, ഡി ഉണ്ടായിരിക്കും, പല മാർക്കിനായിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്യുമ്പോൾ ഓരോ സെക്ഷന്റെയും പ്രാധാന്യം കാൻഡിഡേറ്റ് തിരിച്ചറിയണം, മനസ്സിലാക്കണം. ദ കാൻഡിഡേറ്റ്സ് നീഡ് ടു ബി കോൺഷ്യസ് ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി എസ്സേ ക്വസ്റ്റ്യൻ. എസ്സേ ക്വസ്റ്റ്യന്റെ പ്രാധാന്യം ഉദ്യോഗാർത്ഥി തിരിച്ചറിയണം, മനസ്സിലാക്കണം. എന്താ അതിന്റെ കാരണം? ബിക്കോസ് ഇറ്റ് ഈസ് വർത്ത് ഹാഫ് ദ മാർക്ക് ഓഫ് ദി ടോട്ടൽ സ്കോർ അലോട്ടഡ് ഫോർ ദ എക്സാം. അതായത് ആ പരീക്ഷ മൊത്തം എത്ര മാർക്കിനാണോ അതിൻ്റെ പകുതി മാർക്കിന് എസ്സേ ആയിരിക്കും വരിക. ഇപ്പോൾ ഒരു എക്സാം 80 മാർക്കിനാണെങ്കിൽ ഏകദേശം ഒരു 40 മാർക്കിന് എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രാധാന്യം ഇയാൾ തിരിച്ചറിയണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഷെഡ്യൂൾ ദ റൈറ്റിംഗ് ടൈം ഫോർ ഈച്ച് സെക്ഷൻ അക്കോർഡിംഗ്ലി. അപ്പൊ ഇതനുസരിച്ചിട്ട് ഓരോ സെക്ഷനും സമയം ഷെഡ്യൂൾ ചെയ്യണം. ഇപ്പൊ സെക്ഷൻ എയില് എത്ര ക്വസ്റ്റ്യൻസ്, എത്ര മാർക്ക്, അതിനനുസരിച്ചിട്ട് ഒരു 10 മിനിറ്റ്. ഇനി സെക്ഷൻ ബി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയൊക്കെ മാർക്ക് കൂടിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഒരു 15 മാർക്ക് കൂടുന്നതിനും ക്വസ്റ്റ്യന്റെ എണ്ണവും നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? ടൈം ഷെഡ്യൂൾ ചെയ്യല് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ മാത്രമേ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, റൈറ്റിംഗ് ആൻസേഴ്സ് സ്ട്രാറ്റജിക്കലി. അപ്പൊ എന്താ മൂന്നാമത് പറയുന്നത്? എക്സാം എഴുതുന്നത് സ്ട്രാറ്റജിക്കലി. അതിന് നമുക്ക് ഒരു ചിട്ട വേണം, ഒരു രീതി, ഒരു മെത്തേഡ് വേണം കേട്ടോ, ഒരു ക്രമം, ഒരു രീതി വേണം എക്സാം എഴുതുമ്പോൾ. അതിന് അതിൻ്റെതായിട്ടുള്ള സ്റ്റൈലും കാര്യങ്ങളൊക്കെ വേണം. എന്താ കാര്യം? റൈറ്റിംഗ് എക്സലന്റ് ആൻസേഴ്സ് ഇൻ ദ ഇംഗ്ലീഷ് എക്സാം വിൽ ഹെൽപ്പ് സ്റ്റുഡൻസ് സ്കോർ ഹൈ മാർക്സ്. അതായത് ഇംഗ്ലീഷിന്റെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം എക്സലന്റ് ആയിട്ടുള്ള ആൻസേഴ്സ്, നല്ല മികച്ച ഉത്തരങ്ങൾ എഴുതുന്ന വിദ്യാർത്ഥിക്ക് നല്ല സ്കോർ, നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നതിന് സഹായകമാവും. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ നല്ല മികച്ച രീതിയിൽ ഉത്തരങ്ങൾ എഴുതണം. അതായത് മികച്ച രീതി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്, കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. അതുപോലെ തന്നെ ശരി കൃത്യമായിട്ടൊരു ബിഗിനിങ്ങും മിഡിലും എൻഡും അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം.
Preparing notes and understanding the ideas and concept will make it easier for students to write down the answers in examinations confidently. അതായത് നമ്മൾ എക്സാമിന് മുൻപ് സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ ടെക്സ്റ്റിലെ ഓരോ ഭാഗങ്ങളും ഐഡിയാസും കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കിയെടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എക്സാമിൽ നല്ല രീതിയിൽ ആൻസർ പ്രിപ്പയർ ചെയ്യാൻ, കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ എഴുതാൻ കഴിയും. അപ്പോൾ നമ്മൾ സെൽഫായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ടെക്സ്റ്റിനെ കുറിച്ചൊരു അവയർനെസ്, അതിലെ ഐഡിയാസും കോൺസെപ്റ്റുകളെ കുറിച്ചും, ഇത് വളരെ പരീക്ഷയ്ക്ക് ഉപകാരമാണ്, ഗുണം ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതായത് എക്സാം നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സും അതുപോലെ തന്നെ ടെക്നിക്സും. ഇനി 2 ടിപ്സ് ഫോർ, ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ടിപ്സ് ഫോർ റൈറ്റിംഗ് ഗുഡ് ആൻസേഴ്സ്. അതായത് നല്ല ഉത്തരങ്ങൾ, നല്ല രീതിയിൽ ഉത്തരം എഴുതാനുള്ള ടിപ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഗുഡ് അല്ലെങ്കിൽ എക്സലന്റ് ആൻസേഴ്സ് ഉണ്ടെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. എങ്ങനെയാണ് ഈ ഗുഡ്, നല്ല രീതിയിൽ എങ്ങനെ ആൻസർ ചെയ്യാം? 5 കാര്യങ്ങൾ. There are 5 tips for writing good answers in examination. പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ ആൻസർ എഴുതണമെങ്കിൽ, നമ്മൾ ആൻസേഴ്സ് ഗുഡ് ആവണമെങ്കിൽ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, ദ ആൻസർ ഷുഡ് ബി റിട്ടൺ ഇൻ കംപ്ലീറ്റ് സെന്റൻസ്. ഉത്തരം പൂർണ്ണമായ വാചകങ്ങളിൽ എഴുതണം. അതാണ് 1. അതായത് ഫ്രേസുകൾ വെച്ച് എഴുതരുത്. നോക്കൂ, ഇൻ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ദ ആൻസേഴ്സ് മസ്റ്റ് ബി റിട്ടൺ ഇൻ ഫുൾ സെന്റൻസ്. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുന്ന ജനറലായ കാര്യങ്ങൾ, സാധാരണ നമ്മൾ പ്രസംഗങ്ങളിലൊക്കെ വരുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ്, ഇതാണ് റെക്ടോറിക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്തരത്തിൽ പൊതുവായി വരുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ പൂർണ്ണ വാചകത്തിൽ എഴുതണം. എന്നാൽ എക്സെപ്ഷൻസ് ആർ അലൗഡ് ഇൻ സം ക്വസ്റ്റ്യൻസ്. ചില ചോദ്യങ്ങൾക്ക് ഇതിൽ ഇളവുണ്ട്. ചില ചോദ്യങ്ങൾ കംപ്ലീറ്റ് വാചകങ്ങളിൽ എഴുതണം എന്നില്ല. ഏതുപോലത്തെ ടൈപ്സ് ലൈക്ക് ഫില്ലിംഗ് ചാർട്ട്, ഡ്രോയിങ് ഡയഗ്രംസ് എക്സെട്ര. അതായത് ഡയഗ്രംസ് ഡ്രോ ചെയ്യുക, ചാർട്ട് ഫില്ല് ചെയ്യുക, ഇതുപോലുള്ള ചോദ്യങ്ങൾ ഒഴികെ പ്രത്യേകിച്ച് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് അതൊക്കെ കംപ്ലീറ്റ് വാചകങ്ങളിൽ ഉത്തരം എഴുതണം. ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, മൊത്തം 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തേത്, കൺസിഡർ ദ ലെങ്ത് ഓഫ് ദി ആൻസേഴ്സ്. അതായത് ഉത്തരത്തിന്റെ ലെങ്ത് ശ്രദ്ധിക്കാം. എല്ലാ ആൻസറും ഒരേ വലുപ്പത്തിലല്ല എഴുതേണ്ടത്, മാർക്കിനനുസരിച്ചിട്ട് എഴുതണം. അതെങ്ങനെയാ? ദ എക്സ്പെക്റ്റഡ് സൈസ് ഓഫ് യുവർ ആൻസർ can be estimated by the number of lines on the exam. അതായത് പരീക്ഷയ്ക്ക് നിങ്ങളുടെ ഉത്തരത്തിന്റെ വലിപ്പം നിർണ്ണയിക്കുന്നത് നിങ്ങൾ എഴുതിയിരിക്കുന്ന വരികളുടെ എണ്ണമാണ്. എത്ര വരികൾ എഴുതി അതനുസരിച്ചിട്ടല്ലേ പേജ് വരിക. അപ്പൊ നിങ്ങൾ എഴുതുന്ന ലൈൻസിന്റെ നമ്പർ അനുസരിച്ചിട്ടാണ് ആൻസറിന്റെ വലിപ്പം കണക്കാക്കുക. യു ഷുഡ് കൺസിഡർ ദ സൈസ് ഓഫ് യുവർ ഹാൻഡ് റൈറ്റിംഗ്. നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിന്റെ സൈസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി ഇഫ് യു റൈറ്റ് ഇൻ സ്മോൾ ലെറ്റേഴ്സ്, നിങ്ങൾ ചെറിയ അക്ഷരങ്ങളായിട്ട്, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് താരതമ്യേന ചെറുതാണെങ്കിൽ, ഒരു നോർമൽ ആണെങ്കിൽ, സാധാരണ ആണെങ്കിൽ, എ നോർമൽ സെന്റൻസ് വിൽ ഒക്യുപ്പൈ 1 ലൈൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഴുതുന്ന ഒരു വരി സാധാരണ പേജിലും ഒരു വരിയായിരിക്കും ഉണ്ടായിരിക്കുക, നോർമൽ ആണെങ്കിൽ. അതല്ല, ഇഫ് യു യൂസ് ലാർജ് ഹാൻഡ് റൈറ്റിംഗ്, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് വലുതാണെങ്കിൽ നിങ്ങൾ എഴുതുന്ന ഒരു വരി, എ നോർമൽ സെന്റൻസ്, നിങ്ങൾ എഴുതുന്നതല്ല, ഒരു സാധാരണ വരി നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ വിൽ ടേക്ക് അപ്പ് അബൌട്ട് 1.5 ലൈൻ. നിങ്ങളുടെ ഒരു വരി പേജിക്ക് വരുമ്പോൾ അത് 1.5 വരി ഉണ്ടാവും. ഇനി സാധാ വലിപ്പമാണെങ്കിൽ നിങ്ങളുടെ ലൈൻ എന്തായിരിക്കും? നോർമൽ ലൈൻസിനോട് ഈക്വൽ ആയിരിക്കും. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് വലുതാണെങ്കിൽ നിങ്ങളുടെ ഒരു ലൈൻ, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ഒരു ലൈൻ എഴുതി വരുമ്പോൾ അതൊരു 1.5 വരി വരും. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം കേട്ടോ. മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, റെസ്പോണ്ട് ടു വാട്ട് ഈസ് ആസ്ക്ഡ്. അതായത് ചോദിക്കുന്നതിന് ഉത്തരം എഴുതണം. പേരെന്താന്ന് ചോദിക്കുമ്പോൾ വീട് എവിടെയെന്നല്ലല്ലോ പറയേണ്ടത്. നോക്കൂ, അവോയ്ഡ് ഗിവിങ്
വാസ്റ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ഇറലവൻറ്റ് തിങ്സ് ഇഫ് ഇറ്റ് വിൽ നോട്ട് ഹെൽപ്പ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ നിങ്ങൾ എഴുതുന്ന ഉത്തരം ആ ചോദ്യത്തിന് ഒരു ഗുണവും ഒരു സഹായവും ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള വാസ്റ്റ് ഇൻഫോർമേഷൻ, വിശാലമായ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാം. കണ്ടോ, അവോയ്ഡ് ഗിവിംഗ് വാസ്റ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ഇറലവൻറ്റ് തിങ്സ്. അപ്രസക്തമായ, പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വെറുതെ വിശാലമായിട്ട് എഴുതുന്നത് ഒഴിവാക്കുക. ഇഫ് ഇറ്റ് വിൽ നോട്ട് ഹെൽപ്പ് ആൻസർ ദ ക്വസ്റ്റ്യൻ, അതായത് നിങ്ങളുടെ ആ ഒരു ഉത്തരത്തിന് അതുകൊണ്ട് ഒരു ഗുണമില്ലെങ്കിൽ എന്തിനാണ് ആവശ്യമില്ലാതെ വാരി വലിച്ച് ഒരു ബന്ധവുമില്ലാത്തത് എഴുതരുത്. റെസ്പോണ്ട് ഡയറക്റ്റ്ലി ടു ദ ക്വസ്റ്റ്യൻ. ചോദ്യം എന്താണോ നേരെ അതിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക, എഴുതാൻ ശ്രമിക്കുക. ഇൻക്ലൂഡിങ് അൺറിലേറ്റഡ് ഡീറ്റെയിൽസ്, അതായത് ഒരു ബന്ധവുമില്ലാത്ത വിശദ വിവരങ്ങൾ ഉൾപ്പെടുത്തുക. ഓർ എക്സ്ക്ലൂഡിങ് ദ ആക്ച്വൽ ആൻസർ, യഥാർത്ഥ ഉത്തരം ഒഴിവാക്കുക. വേണ്ടത് ഒഴിവാക്കുക, വേണ്ടാത്തത് ചേർക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വിൽ ഓൺലി നെഗറ്റീവ്ലി അഫക്റ്റ് ദ ഗ്രേഡിംഗ് ഓഫ് ദി ആൻസർ ഷീറ്റ്. നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഗ്രേഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ മോശപ്പെട്ടതാക്കും, നിങ്ങളെ മാർക്ക് കുറയും. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ചോദ്യത്തിന് മാക്സിമം കറക്റ്റായ കാര്യങ്ങൾ, ചോദിച്ച ഉത്തരങ്ങൾ മാക്സിമം എഴുതാൻ ശ്രമിക്കാം. അനാവശ്യമായ കാര്യങ്ങൾ വാരി വലിച്ച് എഴുതാതിരിക്കാം. നാലാമത് ശ്രദ്ധിക്കേണ്ടത് റെലവൻസ് ഓഫ് മെക്കാനിക്സ് ആണ്. അതായത് ആ എഴുതുന്നതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ, അപ്പം ഞാനൊന്ന് പറഞ്ഞുതരാം. എഴുത്തുമായി ബന്ധപ്പെട്ട മെക്കാനിക്സ് എന്താ, അതിൻ്റെ പ്രാധാന്യമാണ് നാലാമത്തേത്. അത് ശ്രദ്ധിക്കണം. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ദ റൂൾസ് ബീയിങ് ഫോളോവ്ഡ് ഇൻ ദ ഡിഫറൻറ്റ് കമ്പോണൻസ് ഓഫ് റൈറ്റിംഗ്, അതായത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ പാലിക്കാം. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാ? സച്ച് ആസ് സ്പെല്ലിങ്, പങ്ക്ച്വേഷൻ, ക്യാപിറ്റലൈസേഷൻ ആൻഡ് അബ്രിവേഷൻസ്, ഷോർട്ട് രൂപങ്ങൾ ആർ നോൺ ആസ് റൈറ്റിംഗ് മെക്കാനിക്സ് ഇൻ ദ കോമ്പോസിഷൻ ഓഫ് സെന്റൻസ്. ഇതാണ് നമ്മൾ വാചകങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിലെ റൈറ്റിംഗ് മെക്കാനിക്സ്, അതിലെ കാര്യങ്ങൾ, രീതികൾ. അതായത് അതുമായി ബന്ധപ്പെട്ട സ്പെല്ലിങ്, പങ്ക്ച്വേഷൻ, ക്യാപിറ്റലൈസേഷൻ, ക്യാപിറ്റൽ ലെറ്റർ എഴുതുക, അതുപോലെ തന്നെ അബ്രിവേഷൻസ്, ഷോർട്ട് ഫോംസ്, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് റെലവൻസ്. ഇതിനെയാണ് നമ്മൾ മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഇനി മെക്കാനിക്സ് ഓൾസോ റിലേറ്റ്സ് ടു പ്രോപ്പർ ഗ്രാമർ യൂസേജ് ആൻഡ് അപ്രോപ്രിയേറ്റ് വേർഡ് ചോയ്സ് വൈൽ റൈറ്റിംഗ്. എഴുതുമ്പോൾ കറക്റ്റായ വാക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഗ്രാമർ ശരിയായ രീതിയിൽ പ്രയോഗിക്കാം. ഇതും എന്തുതന്നെയാണ് മെക്കാനിക്സ്. അപ്പോൾ മെക്കാനിക്സുമായി ബന്ധപ്പെട്ട തന്നെയാണ് കറക്റ്റ് ഗ്രാമർ യൂസേജും അതുപോലെ കറക്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ്സ്, അനുയോജ്യമായ വാക്കുകൾ. ദ പ്രോപ്പർ അറേഞ്ച്മെന്റ് ഓഫ് ലെറ്റേഴ്സ് ടു ക്രിയേറ്റ് വേർഡ്സ് ഈസ് നോൺ ആസ് സ്പെല്ലിംഗ്. അതായത് കറക്റ്റ് ആയിട്ടുള്ള അക്ഷരങ്ങൾ ഉപയോഗിക്കുക, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പെല്ലിംഗ് എന്ന് പറയാം. ഇത് നമുക്കറിയാലോ ഇൻ റിട്ടൺ ലാംഗ്വേജ്. Punctuations are used as a set of symbols to structure writings and make their meanings clear. നമ്മൾ എഴുതുമ്പോൾ അതിന് വ്യക്തമായിട്ട് അർത്ഥം ലഭിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മൾ എഴുതുന്നതിനെ ശരിയായ രീതിയിൽ സ്ട്രക്ചർ ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന സിംബലുകൾക്കാണ് നമ്മൾ പങ്ക്ച്വേഷൻ, അതായത് കുത്തി, കോമ പോലുള്ള സംഭവങ്ങൾ. ഇവയാണ് നമ്മൾ എന്ത് പറയാ, പങ്ക്ച്വേഷൻ. ഇവ കൃത്യമായിട്ട് ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ എഴുതുന്നതിനൊരു സ്ട്രക്ചർ, ഒരു ഘടനയും അതിലെല്ലാം ഉപരി മീനിങ്ങും ഉണ്ടാവുള്ളൂ. ഇനി ദ യൂസ് ഓഫ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇൻ റൈറ്റിംഗ് ഈസ് നോൺ ആസ് ക്യാപിറ്റലൈസേഷൻ. നമ്മൾ എഴുതുന്നതിൽ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാം, ഇതിനാണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. യൂസ് ഓഫ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇൻ റൈറ്റിംഗ്. ഇനി അഞ്ചാമത്തേത് സബ്സ്റ്റാൻഷിയേറ്റ് ആൻസർ വിത്ത് ഡീറ്റെയിൽസ്. നമ്മളൊരു ഉത്തരം എഴുതുമ്പോൾ അത് അങ്ങനെ തന്നെയാണെന്ന്
കുറച്ചുകൂടി എക്സാമ്പിൾസും ഡീറ്റെയിൽസും കൊണ്ട് സമർത്ഥിക്കാം. നമ്മൾ പറയുന്ന കാര്യത്തിന് തെളിവുകൾ സപ്പോർട്ട് ചെയ്യാം ഉത്തരത്തെ. പക്ഷെ അതിന് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ പറയണം. ദിസ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പോയിന്റ് ടു റിമെമ്പർ വൈൽ യു റെസ്പോണ്ട് ടു ഓപ്പണൻറ്റഡ് ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി ഇൻ ലോങ് ആൻസേഴ്സ്. നമ്മൾ പ്രത്യേകിച്ച് ഓപ്പണൻറ്റഡ് ക്വസ്റ്റ്യൻസ്, ഞാൻ പറഞ്ഞു ജനറലായ ചോദ്യങ്ങളായിരുന്നു, പൊതുവെ എല്ലാവർക്കും അറിയുന്നത്. അപ്പം ഇത്തരം ചോദ്യങ്ങൾക്ക് നമ്മൾ ലോങ് ആൻസേഴ്സ് 5 മാർക്കിനോ അങ്ങനെ എഴുതുമ്പോൾ അതിൽ കൃത്യമായ കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാരണം അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ, എക്സാമ്പിൾസ്, അത്തരം കാര്യങ്ങൾ. ടു ഗിവ് സപ്പോർട്ട് ഫോർ ദ ആൻസർ മീൻസ്, ഒരു ആൻസറിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ദ അഡിഷൻ ഓഫ് ഡീറ്റെയിൽസ് ദാറ്റ് ക്ലാരിഫൈ, നമ്മൾ പറഞ്ഞ കാര്യത്തെ ക്ലാരിഫൈ, വ്യക്തമാക്കുന്ന വിശദ കാര്യങ്ങൾ ചേർക്കുക. ഓർ പ്രൊവൈഡ് ഡീറ്റെയിൽസ് റിഗാർഡിങ് യുവർ റെസ്പോൺസ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്താണോ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നൽകുക. എന്താണെങ്കിലും, കാരണം നമ്മളൊരു കാര്യം പറയുമ്പോൾ എക്സ്പ്ലനേഷൻ നൽകുക. പ്രത്യേകിച്ചല്ല പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ട്. എന്നാൽ ആ പറയുന്ന കാര്യത്തിന് വ്യക്തത വരും, പറയുന്ന കാര്യത്തെ ക്ലാരിഫിക്കേഷൻ, അതിന് ചിലപ്പോൾ എക്സാമ്പിൾസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു വിശദ വിവരങ്ങളോ എന്ത് ചെയ്യുക, നൽകി ആൻസറിനെ സപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ ഇന്ത്യയിൽ ജനസംഖ്യ കൂടുതലാണെന്നാണ്, അതാണ് നമ്മളൊരു പാരഗ്രാഫായിട്ട് എഴുതുന്നത്, 2ാം സ്ഥാനത്താണ്. അങ്ങനെയാണെങ്കിൽ നമ്മളത് തെളിവ് കാണിക്കണം, അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഓരോ സ്റ്റേറ്റിൽ ഇത്ര ജനസംഖ്യ ഉണ്ട് എന്നുള്ളത് കാണിക്കുക. അപ്പൊ ഈ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണോ നമ്മൾ എഴുതുന്നത് അതുമായി ബന്ധപ്പെട്ടത് നോക്കാം. ഈ 5 കാര്യം പറഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് 3ാമത്തെ ക്വസ്റ്റ്യനാണ്, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, നേരത്തെ പറഞ്ഞ് മറക്കേണ്ട 3 ലെവൽസ് ആണ്. ഇത് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. There are 3 types of questions. 3 തരം ചോദ്യങ്ങളുണ്ട്. There are 3 types of questions and different methods to answer them. 3 തരം ചോദ്യങ്ങളും അവയ്ക്ക് ഉത്തരം എഴുതാൻ വ്യത്യസ്ത രീതികളുണ്ട്. They are, ഏതൊക്കെയാണ് ആ 3 തരം ചോദ്യങ്ങൾ? 1, പ്രോബ്ലം സോൾവിങ് ക്വസ്റ്റ്യൻസ്, അതായത് മാത്സിലൊക്കെ വരുന്ന പ്രശ്നം പരിഹരിക്കുന്ന ചോദ്യങ്ങൾ, പ്രോബ്ലം സോൾവിങ്. മാത്സിൽ മാത്രമല്ല അല്ലാതെയും ഇത്തരം ക്വസ്റ്റ്യൻസ് വരും, ഇക്കണോമിക്സിലും മറ്റൊക്കെ വരും. നോക്കൂ, ദ കീ ടെക്നിക് ടു വിന്നിങ് സക്സസ് ഇൻ എനി എക്സാം ഈസ് ടു പ്രാക്ടീസ് സെൽഫ് ടെസ്റ്റിംഗ്. അതായത് ഏതൊരു പരീക്ഷ വിജയിക്കാനും അടിസ്ഥാനപരമായിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് സ്വയം ആൻസർ എഴുതി പരീക്ഷിക്കുക എന്നുള്ളതാണ്. ടു പ്രാക്ടീസ് സെൽഫ് ടെസ്റ്റിംഗ് എസ്പെഷ്യലി ഫോർ പ്രോബ്ലം സോൾവിങ് ക്വസ്റ്റ്യൻസ്, പ്രത്യേകിച്ച് പ്രോബ്ലം സോൾവിങ് ക്വസ്റ്റ്യൻസിന്. അതായത് അത്തരത്തിൽ മുൻപ് ചോദിച്ചത്, അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു സിറ്റുവേഷൻ തന്നിട്ട് നമ്മളോട് ചെയ്യാൻ ചെയ്യാം. അപ്പൊ അത്തരം ചോദ്യങ്ങൾ മുൻപ് ചോദിച്ചത് ആൻസർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഡൂയിങ് ലോട്ട്സ് ഓഫ് പ്രോബ്ലം സോൾവിങ് എക്സസൈസസ് ടു പ്രിപ്പയർ ഫോർ എക്സാമിനേഷൻ, പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രോബ്ലം സോൾവിങ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ ട്രൈ ടു സോൾവ് ന്യൂ പ്രോബ്ലംസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ സോൾവിങ് ടിപ്സ് ആൻഡ് ടെക്നിക്സ്. പുതിയ തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ അതിനുപയോഗിക്കേണ്ട സോൾവിങ് ടിപ്സ്, ടെക്നിക്സ് മനസ്സിലാക്കി വെക്കാം. പുതിയ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടേതായ ഐഡിയ വെച്ച് ക്രിയേറ്റ് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക, അത് സോൾവ് ചെയ്യുക, അതിന് അപ്ലൈ ചെയ്യുന്ന ടിപ്സ്, ടെക്നിക്സ് നോട്ട് ചെയ്യുക. ഇതാണ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു തരണം അല്ലേ. നോക്കൂ, ഇൻ ദ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ സെക്ഷൻ, ഈ സെക്ഷനിൽ യു ഹാവ് ടു റീഡ് ഇനീഷ്യലി ദ സെം.
ഇനീഷ്യലി ദ സ്റ്റെം. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ആ ഒരു എന്താണോ ആ ഒരു ചോദ്യം, ആ ചോദ്യം എന്താണെന്ന് കൃത്യമായി വായിക്കണം, അത് മനസ്സിലാക്കിയെടുക്കണം. കണ്ടോ, ദ പ്രോബ്ലം ദാറ്റ് ദ കാൻഡിഡേറ്റ് ഹാസ് ടു ആൻസർ യൂസിങ് മൾട്ടിപ്പിൾ ചോയ്സ്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ്, പല ആൻസേഴ്സ് ഉണ്ടായിരിക്കും, അതിൽ നിന്നും കറക്റ്റ് ആയത് കാൻഡിഡേറ്റ് എടുത്ത് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ആ തന്നിരിക്കുന്നത് ആ ചോദ്യം ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ വായിച്ച് മനസ്സിലാക്കിയെടുക്കണം, നല്ലത് എഴുതാൻ പറ്റുള്ളൂ. അതിനെന്ത് ചെയ്യണം, മേക്ക് ഷുവർ യു ഐഡന്റിഫൈ വാട്ട് ഈസ് ബീങ് ആസ്ക്ഡ്. എന്താണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റായിട്ട് എഴുതാൻ പറ്റൂ. വാട്ട് കുഡ് ബി ദ ആൻസർ ഫ്രം ദ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഗിവൺ. അപ്പൊ ആദ്യം തന്നിരിക്കുന്നത് വായിച്ച് എന്താ ചോദ്യം എന്ന് മനസ്സിലാക്കാം. അതിനുശേഷം മൾട്ടിപ്പിൾ ചോയ്സിൽ 4 ഉണ്ടാവുമല്ലോ, അതിന്ന് കൃത്യമായ ഉത്തരം എന്താണെന്ന് കണ്ടെത്തുക. അത് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ അത് ഏതാണ് നമുക്ക് കണ്ടെത്താൻ പറ്റൂ. ഇനി ലാസ്റ്റ് ടൈപ്പാണ് എസ്സേ ക്വസ്റ്റ്യൻസ്. വളരെ പ്രധാനപ്പെട്ടത്. പ്രാക്ടീസിങ് എസ്സേ റൈറ്റിംഗ് ഈസ് ബെസ്റ്റ് അപ്രോച്ച് ടു ഗെറ്റിംഗ് റെഡി ഫോർ എസ്സേ ക്വസ്റ്റ്യൻസ്. അപ്പൊ എസ്സേ ക്വസ്റ്റ്യൻസ് എഴുതാൻ തയ്യാറാവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എസ്സേ ക്വസ്റ്റ്യൻ എഴുതി പ്രാക്ടീസ് ചെയ്യാം. അതായത് എസ്സേ ക്വസ്റ്റ്യൻസ് എഴുതി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺഫിഡൻസ് കൂടും, സമയത്തിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം, എസ്സേ ക്വസ്റ്റ്യന് പ്രിപ്പയർ ആവാന്ന് പറഞ്ഞാൽ എഴുതി തയ്യാറാവാന്ന. അതിന് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വിച്ച് ആർ മോസ്റ്റ് ലൈക്ലി ടു ബി ആസ്ക്ഡ്, വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തെടുക്കാം, ഊഹിച്ചെടുക്കുക. എടുത്താൽ മാത്രം പോരാ, ആൻഡ് പ്രാക്ടീസ് ഫോർ ദ സെയിം. അതേ ചോദ്യം പ്രാക്ടീസ് ചെയ്യാം. നമ്മളിങ്ങനെ നോക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ട് ഈ വർഷം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഏതാണെന്ന് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാം, നമ്മൾ സ്വയം കണ്ടെത്തുക, എന്നിട്ട് അത് ആൻസർ ചെയ്ത് പരിശീലിക്കാം. നല്ല ഗുണമുണ്ടായിരിക്കും. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഹാവ് ആൻ ഐഡിയ അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് യുവർ എസ്സേ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എസ്സേയുടെ ഘടന, അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിർബന്ധമായിട്ടും ലഭിക്കും. കാരണം അത്രയൊരു ധാരണ ഉണ്ടെങ്കിൽ എക്സാമിന് കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മൾ ഈ 5ാമത്തെ ചാപ്റ്റർ, അതായത് 4ാമത്തെ ബ്ലോക്കിലെ 5ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഇത് നമുക്ക് എടുക്കാനുള്ളത് 5ാമത്തെ ബ്ലോക്കാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കാണുക, ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.